ഇന്നൊരു ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. മിക്കവാറും തന്നെ ഞാൻ എൻ്റെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുന്ന ഒരു ഐറ്റമാണ്. ഒരു വെറൈറ്റി റൈസ് ആണ്. സിമ്പിളായിട്ട് രാവിലെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ കുട്ടികൾക്ക് 7 മണിക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ. 6:30 ആകുമ്പോൾ സ്കൂൾ ബസ് വരും. ഭയങ്കര ചൂടാണ് ഇവിടെ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 മാസത്തേക്ക് ഇവിടെ സമ്മർ സ്പെഷ്യൽ ടൈം ടേബിളാണ്. 6:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി കുട്ടികളെ പറഞ്ഞു വിടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തു വയ്ക്കും. സവോളയും തക്കാളിയും ഞാൻ അരിഞ്ഞു വെക്കാറില്ല കേട്ടോ. ഇതുപോലെ എല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ചെയ്യാറ്. ഇതാണ് ആ ബോക്സ്. നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് വീഡിയോയുടെ കൂടെ അങ്ങ് കാണിച്ചതാണ്. ഇതതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞിട്ട് ബാക്കി വരുന്ന സവോളയോ ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് വെക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ വേപ്പിലയൊക്കെ ഇല്ലേ, വേപ്പിലയൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി നമുക്കിതിൽ സൂക്ഷിച്ച് വെക്കാം. പ്രോഡക്റ്റ് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 3-4 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയും ചെറിയൊരു ബേ ലീഫിൻ്റെ കഷ്ണവും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചെറിയ സവോള, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് കശുവണ്ടിയും കിസ്മിസും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊരു 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വാടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഇതുപോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ട്. ഒരു 2 മിനിറ്റ് നേരം കൂടെ ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുത്ത ശേഷം തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് കിട്ടും. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റേണ്ടവർ അങ്ങനെ വഴറ്റിക്കോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 4 സ്പൂൺ വീതം ഗരം മസാലയും മല്ലിപ്പൊടിയും, അതുപോലെ 1/2 സ്പൂണിൽ താഴെ കാശ്മീരി മുളക് പൊടി, 1 സ്പൂണിൽ കുറച്ചുകൂടെ കുറവ് മതി മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതങ്ങ് ചിക്കി എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ അടിയിൽ ആ കളറൊക്കെ ഒന്നങ്ങ് മാറി വരില്ല, മുട്ടയൊന്ന് വെന്ത് തുടങ്ങില്ലേ, ആ സമയത്ത് ഒന്ന് ചിക്കി എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മുട്ട നന്നായിട്ട് വറവാവുന്നത് വരെ ഇതുപോലെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന 1 കപ്പാണ് ചോറ് ചേർക്കുന്നത്. ബസ്മതി റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഞാനിന്നിപ്പോൾ ഇവിടെ പാക്ക് ചെയ്യുന്നത് നമ്മുടെ തൈര് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാലഡാണ്. തൈരിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കുക്കുംബറും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നു. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. മല്ലിയില അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കഷ്ണം പീനട്ട് ചോക്ലേറ്റ് ബാറും കൂടെ വെക്കുന്നുണ്ട്. ഈ വെറൈറ്റി റൈസും സാലഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.